ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഷെഫ് പിള്ളയുടെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഏത്തപ്പഴം കൊതപ്പിച്ചതെന്ന് പുള്ളി പറയുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് എനിക്ക് ചക്കയും കിട്ടിയിട്ടുണ്ട്. ചക്ക ഞാൻ കിട്ടിയതല്ല, ശരിക്കും ഞാൻ കാശ് കൊടുത്ത് മേടിച്ച കേട്ടോ പഴുത്തേക്ക. അതും മേടിച്ച് ചക്കയും ഏത്തപ്പഴവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാൽ വേണം, നെയ്യ്, ബട്ടർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. സോ ഇനി ഇത് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ നെയ്യുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് ബട്ടർ മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൽ പുള്ളി പറയുന്നുണ്ട് ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, വെളിച്ചെണ്ണയിലും നമുക്ക് വഴറ്റിയെടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ ബട്ടറിലേക്ക് ഞാൻ ചക്കപ്പഴം ആദ്യമേ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ആ ഏത്തപ്പഴം ആണെങ്കിലും നെയ്യിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുത്ത് തിന്നുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഞാൻ ചക്കയും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. ദെൻ അതിന് ശേഷം ഏത്തപ്പഴം നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അതും ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊക്കെ ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടുത്ത പറയുന്നത് അതിൽ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. പഞ്ചസാരയും ബട്ടറും നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും ഇതെല്ലാം കൂടി വീണ്ടും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലിപ്പം നിങ്ങൾക്ക് ഇത്രയും വഴറ്റണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് വഴണ്ട് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഇഷ്ടം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് വഴണ്ട് നന്നായിട്ടൊന്ന് വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാട്ടോ ഇപ്പോൾ. ഇത് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലാകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവുമല്ലോ, ഒന്നാം പാലിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒഴിച്ചൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേനും നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സോ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടിയപ്പം അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ നല്ല വീശപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സോ വീശപ്പവും ഇതും കൂട്ടിയിട്ട് കഴിച്ചു. സംഭവം പൊളിയാട്ടോ, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.